മാപ്പിളപ്പാട്ടിലെ ശ്രദ്ധേയമായ കാവ്യ ശൃംഖലയാണ് പക്ഷിപ്പാട്ട്. ഉടനെ ബിലാലോരെ സീനായിൽ ചെന്നെത്തി ഇണപക്ഷി തന്നൂടെ ഓടിനരികെ എത്തി. കാസർഗോഡ് മൊഗ്രാലിലെ നടുത്തോപ്പിൽ അബ്ദുള്ളയാണ് ഇത് രചിച്ചത്. അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സ്വഹാബികളായ ബിലാൽ, ഉമർ, അലി, രണ്ട് ഇണപ്പക്ഷികൾ, രണ്ട് നാഗങ്ങൾ, ഒരു വൻ മരം, ഇഫ്രീത്ത് രാജാവ്, വസീറന്മാർ, രാജാവ് തട്ടിയെടുത്ത ഒരു പെൺകിടാവ്, ഇത്രയും പേരെ ചേർത്തുകൊണ്ടാണ് നടുത്തോപ്പിൽ അബ്ദുള്ള ഈ പക്ഷിപ്പാട്ടിന് രൂപം നൽകിയത്. ആരിലും അത്ഭുതം ജനിപ്പിക്കുന്നതും ആകാംക്ഷ നിറഞ്ഞതുമാണ് ഇതിലെ കഥ. അവതരണ ശൈലി കൊണ്ട് മികച്ചതാണ് ഈ കൃതി. ഈ പക്ഷിപ്പാട്ടിന്റെ 100ാം വാർഷികം നടുത്തോപ്പിൽ അബ്ദുള്ളയുടെ മൊഗ്രാലിൽ ഈ മാസ അവസാനം വിപുലമായ രീതിയിൽ ആഘോഷിക്കുകയാണ്. 100ന്റെ നിറവിലുള്ള ഈ കൃതി സത്യമാണോ മിഥ്യയാണോ? വിശ്വാസികൾ ചോദിച്ചു തുടങ്ങി. ഈ കഥയെക്കുറിച്ച് പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താണ്? പക്ഷിപ്പാട്ടിലെ സംഭവ ബഹുലമായ ഈ കഥ യാഥാർത്ഥ്യമാണോ അതോ മിഥ്യയാണോ? മറുപടി പറയേണ്ടത് പണ്ഡിതന്മാരാണ്. പക്ഷിപ്പാട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആധികാരികമായ ഒരു പുസ്തകം 2008 പ്രശസ്ത എഴുത്തുകാരൻ ഇബ്രാഹിം ബേവിഞ്ച രചിച്ചിട്ടുണ്ട്. പക്ഷിപ്പാട്ടിലെ കഥ ഇതാണ്. തന്റെ ആൺപക്ഷിയുമൊത്ത് 40 കൊല്ലം ജീവിച്ച ഒരു പെൺപക്ഷി ഒരു ദിവസം 2 നേരം മുട്ടയിട്ടതിന്റെ പേരിൽ ഭർത്താവിന്റെ സംശയത്തിനിരയാകുന്നു. അങ്ങനെ ആ പെണ്ണിനെ ആട്ടി പുറത്താക്കപ്പെടുന്നു. തന്റെ ചാരിത്രശുദ്ധി ആണിണയെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് നബിയോട് പെൺപക്ഷി അഭ്യർത്ഥിക്കുന്നു. ഇണപക്ഷിയെ കൂട്ടി വന്നാൽ സങ്കടം തീർക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുന്നു. താൻ പോയി വിളിച്ചാൽ അക്ബർ സദക്ക എന്ന ആൺ പക്ഷി വരില്ലെന്നും നബി തങ്ങൾ ഒരാളെ തന്റെ കൂടെ പറഞ്ഞയക്കണമെന്നും പരാതിക്കാരിയായ പക്ഷി പറഞ്ഞപ്പോൾ, എവിടെയാണ് നിന്റെ ഇണപക്ഷിയുടെ വാസമെന്ന് നബി ചോദിച്ചു. ഉയരമുള്ള ജബൽ ഖുറൈസ് കഴിഞ്ഞ്, പിന്നെ ജബൽ നൂറും കഴിഞ്ഞ്, ഒരു മൈതാനിയും കഴിഞ്ഞ് മൂസാ നബി ജനിച്ച തൂരി സിനാ മലയാണ് സ്ഥലമെന്ന് നബിയോട് പറഞ്ഞു. പ്രവാചകൻ പള്ളിയിൽ ബിലാലിനെ പറഞ്ഞയക്കുന്നു. ബിലാൽ അവിടെ എത്തി. പക്ഷിയെ പേര് ചൊല്ലി 2 തവണ വിളിച്ചിട്ടും പക്ഷി കേട്ട പാവം നടിച്ചില്ല. ദേഷ്യപ്പെട്ട് 3ാം തവണ വിളിച്ചപ്പോൾ തന്റെ ആനന്ദ ചുണ്ട് പുറത്താക്കി കാണിച്ചുകൊണ്ട് ആൺകിളി കൂടിന് വെളിയിൽ വന്നു. ബാലനായ നീ ആരാണെന്ന് അഹങ്കാരത്തോടെ ബിലാലിനോട് ചോദിച്ചു. നബിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ വന്നത് എന്നറിയിച്ചപ്പോൾ അക്ബർ സദക്ക പറയുന്നത് ഇങ്ങനെയാണ്: 312 പട്ടങ്ങൾ വാണുള്ള നബികളെല്ലാം എനിക്കറിയാം, പക്ഷേ നിന്റെ നബിയെ മാത്രം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അക്ബർ സദക്ക വിളിക്കുകയാണെന്ന് നീ നിന്റെ നബിയോട് പറയണം. ഇത് കേട്ട് ബിലാൽ മടങ്ങി നബിയോട് വിവരം പറയുന്നു. തുടർന്ന് നബി തങ്ങൾ ഉമറിനെ പറഞ്ഞയക്കുന്നു. ബിലാലിനോട് കാണിച്ചതും പറഞ്ഞതുമെല്ലാം അക്ബർ സദക്ക എന്ന ആൺപക്ഷി ഉമറിനോടും ആവർത്തിക്കുന്നു. തുടർന്ന് നബി തങ്ങൾ തന്റെ മരുമകനായ വള്ളിപ്പുലി അലി എന്ന വീരപ്പുലി ഉണ്ടായിരുന്നെങ്കിൽ പക്ഷിയെ കൂട്ടി വരുമായിരുന്നു എന്ന് നബി തങ്ങൾ വിചാരിക്കുന്നു. 93 ദിവസത്തെ വഴി ദൂരത്താണ് അപ്പോൾ അലി ഉള്ളത്. യുദ്ധത്തിനായി പോയതായിരുന്നു. സ്വപ്നത്തിലൂടെ അലി നബിയുടെ വിചാരം അറിയുന്നു. തന്റെ ദുൽദുൽ കുതിരയിൽ കയറി സുബഹി നിസ്കാര സമയത്ത് നബി സന്നിധത്തിൽ അലി എത്തുന്നു. അലിയുടെ യാത്ര വേഗത്തിലാവാൻ അള്ളാഹു ഭൂമിയെ ചുരുക്കാനായി ജിബ്രീലിനോട് കൽപ്പിച്ചതിന്റെ ഫലമായിരുന്നു അത് എന്ന് അക്ബർ സദക്കയെ തേടിയെത്തിയ അലി മനസ്സിലാക്കുന്നു. പതിവ് പോലെ 1ഉം 2ഉം വിളിക്ക് ആൺകിളി ഉത്തരം കൊടുത്തില്ല. ആകാശവും ഭൂമിയും വിറച്ചു പോകുന്ന തരത്തിൽ 3ാം തവണ അലി വിളിച്ചു. അലിയാറിനെ ചിങ്കപ്പുലിയാർ എന്ന അക്ബർ സദക്ക വിശേഷിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അലിയാറോടും പറഞ്ഞത് മുമ്പ് വന്നവരോട് പറഞ്ഞ അതേ വർത്തമാനങ്ങൾ തന്നെയായിരുന്നു. 313 തികഞ്ഞ നബിയാണെന്നായിരുന്നു അതിനുള്ള അലിയുടെ മറുപടി. അങ്ങനെയുള്ള ഒരു നബി ഉണ്ടെങ്കിൽ 4ാം വേദം ശരിയായി നടത്താത്തത് എന്ത് എന്നായി പക്ഷി. വിശദീകരണം ആരാഞ്ഞപ്പോൾ പക്ഷി പറഞ്ഞത് ഇങ്ങനെ: ഇബ്നു ഉബൈദുള്ള എന്ന അസ്ഹാബിയുടെ പ്രിയപ്പെട്ട മകളെ പ്രസവിച്ച് 63ാം ദിവസത്തിൽ ഇഫ്രീത്ത് രാജാവ് തട്ടിക്കൊണ്ടുപോയി. 16 വർഷമായി
കാഫിറായി വളർത്തുകയാണ് ആ പെൺകുട്ടിയെ. ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ നിന്റെ നബിക്ക് സാധിക്കാത്തതെന്ത്? അക്ബർ സദക്ക ചോദിച്ചു. ഇത് കേട്ട അലിയാർ ഇഫ്രീത്ത് രാജാവിന്റെ കോട്ടയെ ലക്ഷ്യമാക്കി പോകുന്നു. തൂരീസിന മലയുടെ വലത് ഭാഗത്ത് കല്ല് കൊണ്ട് മൂടിയ ഒരു ഗുഹ. മനുഷ്യനായ ആരെങ്കിലും ആ ഗുഹയിൽ ഇറങ്ങിയാൽ അയാളെ തീ കൊണ്ട് ചുട്ടുകരിക്കുമെന്ന് അതിന്റെ ഗുഹാപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അലി തന്റെ കുതിരയെ ഗുഹയുടെ അടപ്പിൽ തന്നെ കെട്ടിയിട്ടു അതിനകത്തേക്ക് നടന്നു. തുടർന്ന് അലി വലിയൊരു സമുദ്രത്തെയും അതിന്റെ കാവൽക്കാരായ 2 പാമ്പുകളെയും കാണുന്നു. ആ നാഗങ്ങൾ അലിയാറിനെ തിരിച്ചറിയുന്നു. അലിയെ ചില വ്യവസ്ഥകളോടെ പാമ്പുകൾ കോട്ടക്കകത്തേക്ക് കടത്തിവിടുന്നു. പിന്നീട് അലി കാണുന്നത് ഒരു മരത്തെയാണ്. മരം അലിയാറിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അലിയാർ വഴങ്ങിയില്ല. 7 കോട്ടകളുടെയും താക്കോലുകൾ മരം അലിയാർക്ക് നൽകി. അതിൽ ചില വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. ഓരോ കോട്ടയുടെയും വാതികൾ തുറക്കുമ്പോൾ അത്ഭുതകരമായ കാഴ്ചകളാണ് അലിയാർ കാണുന്നത്. 7ാമത്തെ കോട്ടക്കുള്ളിൽ ഇഫ്രീത്ത് കട്ടുകൊണ്ടുപോയ പെൺകുട്ടിയെ കണ്ടു. അലി അവളെ ഉണർത്തി. മക്കത്ത് അലിയാർക്കല്ലാതെ മറ്റാർക്കും ഇവിടെ വരാൻ ആവില്ല എന്നായിരുന്നു അവളുടെ പ്രതികരണം. അതുകൊണ്ട് താങ്കൾ അലിയാറാണ്, ഞാൻ താങ്കളെ തിരിച്ചറിയുന്നു. ഇഫ്രീത്ത് രാജാവ് വേട്ടയ്ക്ക് പോയിരിക്കുകയാണെന്നും മടങ്ങി വരുന്നതിന്റെ ആരവങ്ങൾ കേൾക്കുന്നുണ്ടെന്നും ആ പെൺകിടാവ് പറഞ്ഞു. അകത്തെത്തിയ ഇഫ്രീത്ത് കോട്ടകളെല്ലാം തുറന്നു കിടക്കുന്നത് കാണുന്നു. ആരാണ് അകത്ത് വന്നിരിക്കുന്നതെന്നറിയാതെ തട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടിയോട് വിവരം ചോദിക്കുന്നു. തനിക്ക് മനുഷ്യനെ മണക്കുന്നു എന്നും തനിക്ക് അലിയാറെ മണക്കുന്നു എന്നും ഇഫ്രീത്ത് രാജൻ പറയുന്നു. മക്കത്തലിയെ ഇവിടെ കണ്ടാൽ താൻ ചുട്ടുകരിച്ചു കളയുമെന്ന് വീരവാദം മുഴക്കുന്നു. ആ സമയം അലിയാർ അയാളുടെ മുന്നിൽ ചാടി വീഴുന്നു. ഇഫ്രീത്ത് രാജാവിനോട് അലി ഇസ്ലാം മതം വിശ്വസിക്കാൻ നിർബന്ധിക്കുന്നു. പിന്നീട് രാജാവിന്റെ വസീറന്മാരുമായി ഏറ്റുമുട്ടുന്നു, മൽപ്പിടുത്തം നടത്തുന്നു. അവസാനം ഉഹുദ് മല പോലെ രാജാവിത വീഴുന്നു. പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അലിയാർ മടങ്ങുന്നു. അക്ബർ സദക്ക ഇരിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചെത്തുന്നു. അലിയാറിന്റെ ആദ്യത്തെ വിളിയിൽ തന്നെ ആ പക്ഷി ലബ്ബൈക്കും ലബ്ബൈക്കും രാജാവേ എന്നിങ്ങനെ അഭിവാദനം ചെയ്യുന്നു. ഇപ്പോൾ തനിക്ക് അലിയുടെ പ്രവാചകൻ മുത്തുനബി തന്നെയാണെന്ന് മനസ്സിലായതായി പറഞ്ഞുകൊണ്ട് അലിയാറിന്റെ കൂടെ നബിയുടെ സന്നിധിയിൽ ആ ആൺപക്ഷി എത്തുന്നു. എന്നിട്ട് തന്റെ പെൺപക്ഷിയെ കുറിച്ചുള്ള സംശയം ഉന്നയിക്കുന്നു. പടച്ചോന്റെ കുതിർത്താണ് എന്ന് നബി പറഞ്ഞതോടെ അക്ബർ സദക്കിന്റെ സംശയം നീങ്ങിപ്പോയി. പക്ഷേ നബിയോട് മാപ്പ് ചോദിച്ചു. ഇണയെയും കൂട്ടി താമസ സ്ഥലത്തേക്ക് മടങ്ങി. ഇബ്നു ഉബൈദുള്ളയുടെ മകൾ ഇഫ്രീത്തിന്റെ കോട്ടയിൽ താമസിക്കുമ്പോഴുണ്ടായ അനുഭവങ്ങൾ പ്രവാചകനോട് പറഞ്ഞു. ഇങ്ങനെ പാട്ടിലെ കഥ സമംഗളം അവസാനിക്കുന്നു. നടുത്തോപ്പിൽ അബ്ദുള്ള എഴുതിയ ഈ പക്ഷിപ്പാട്ട് ഒരു കാലഘട്ടത്തിൽ വിസ്മയിപ്പിക്കുന്ന ജനകീയത നേടിയിരുന്നു. ആരിലും അത്ഭുതം ജനിപ്പിക്കുന്ന തരത്തിലാണ് കവിതയിലെ കഥയും അതിന്റെ ആവിഷ്കാരവും നടത്തിയിരിക്കുന്നത്. ഇത് സത്യമാണോ മിഥ്യയാണോ? ഇസ്ലാമിക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇതാണ് വിശ്വാസികളുടെ ചോദ്യം. ഉത്തരം പറയേണ്ടത് പണ്ഡിതന്മാരാണ്. അത് പ്രതീക്ഷിക്കുന്നു. റയ്യാൻ ചാനലിന് വേണ്ടി ഖാലിദ് പോവൽ.